വിമർശനത്തിൻ്റെ കുലപതിയായ കുട്ടിക്കൃഷ്ണമാരാർ മഹാഭാരത കഥയിലെ കഥാപാത്രങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ധർമ്മ അധർമ്മങ്ങളെ വിച്ഛേദിച്ച് അവതരിപ്പിക്കുന്ന വിമർശനാത്മക പഠന ഗ്രന്ഥമാണ് ഭാരത പര്യടനം. അതിലെ ലേഖനമാണ് യുദ്ധത്തിൻ്റെ ആയുധശാല. മഹാഭാരത കഥയിൽ നിന്ന് വ്യത്യസ്തമായി കർണൻ, ദുര്യോധനൻ, യുധിഷ്ഠിരൻ തുടങ്ങിയ കഥാപാത്രങ്ങളെ വേറിട്ട തരത്തിൽ നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ് മാരാർ ഈ കൃതിയിലൂടെ. ലേഖനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, പാണ്ഡവന്മാർ വളർന്നു വരുന്തോറും അവരുടെ ഗുണം കണ്ട് ആളുകൾക്കൊക്കെ യുധിഷ്ഠിരൻ രാജാവാകണം എന്ന ആഗ്രഹമുണ്ടായി. അവരെന്ത് ചെയ്തു? പെരുവഴികളിലും സദസ്സുകളിലൊക്കെ ഈ കാര്യം പറഞ്ഞു നടക്കുകയും ചെയ്തു. ഇത് കേട്ട് ദേഷ്യം സഹിക്കാൻ പറ്റാതെ ദുര്യോധനൻ ധൃതരാഷ്ട്രരോട് തൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കുകയും അങ്ങയുടെ അനർഹത മൂലം പാണ്ഡുവിന് രാജ്യം കിട്ടിയതുപോലെ പാണ്ഡവന് കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ മക്കളും രാജവംശത്തിൽ നിന്ന് ഭ്രഷ്ടരായി ലോകത്തിൽ അപമാനിക്കപ്പെട്ടു പോകുമെന്നും ദുര്യോധനൻ പറയുകയാണ്. എന്നാൽ ഇതിന് മറുപടിയായി പാണ്ഡു ധർമ്മിഷ്ഠനും തൻ്റെ പ്രിയഹിതങ്ങളിൽ ശ്രദ്ധിക്കുന്നവനുമായിരുന്നു എന്നാണ് ധൃതരാഷ്ട്രർ പറയുന്നത്. അയാളുടെ പുത്രനും അയാളെ പോലെ ധർമ്മിഷ്ഠനും ജനസമ്മതനുമാണ്. അതുകൊണ്ട് യുധിഷ്ഠിരന് തന്നെ രാജ്യം ലഭിക്കും എന്ന തരത്തിലാണ് ധൃതരാഷ്ട്രർ പറയുന്നത്. അധികാരം കൈയടക്കാൻ വേണ്ടി പിന്നീട് പല തന്ത്രങ്ങളും കൗരവർ മെനയുകയാണ്. അവർ മെനയുന്ന തന്ത്രങ്ങളാണ് പ്രധാനമായി ഇതിൽ പറയുന്നത്. ആദ്യം തന്നെ അവർ തീരുമാനിക്കുന്നത് വാരണാവതത്തിലെ മഹിമയെപ്പറ്റി ലോകമാകെ ആളുകളെ കൊണ്ട് പറഞ്ഞു നടക്കുന്നു. പാണ്ഡവരെ വിളിപ്പിച്ച് അവിടുത്തെ പ്രത്യേകതകൾ പറഞ്ഞ് കുടുംബസമേതം കുറച്ചുനാൾ അവിടെ താമസിക്കാനായി നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. ദുര്യോധനൻ പുരോചനനെ കണ്ട് ആഗ്നേയ വസ്തുക്കൾ, അതായത് തീ പിടിക്കാൻ പറ്റുന്ന വസ്തുക്കൾ ചേർത്ത ഒരു പുരയുണ്ടാക്കി അവിടെ പാണ്ഡവരെ താമസിപ്പിക്കാനും അവസരമൊത്താൽ അതിന് തീ വെക്കാനും ഉള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. വാരണാവതത്തിൽ പ്രവേശിച്ച നാള് തന്നെ ഗന്ധം കൊണ്ട് അതൊരു തീപ്പുരയാണ് എന്ന് യുധിഷ്ഠിരൻ മനസ്സിലാക്കുന്നുണ്ട്. ഭീമൻ അത് പറയുകയും എന്നാൽ ഒന്നും അറിയാത്തവരെ പോലെ അവിടെ കഴിയാനും നിർദ്ദേശിച്ചു. എന്തുകൊണ്ടെന്നാൽ പാണ്ഡവർ ഈ കാര്യം മനസ്സിലാക്കി എന്ന് പുരോചനൻ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് രാത്രി തന്നെ അതിന് തീ വെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നും അറിയാത്തവരായി അവിടെ വസിക്കാനായി അവർ തീരുമാനിച്ചു. വിതുരരയച്ച ഒരു ഘനകനാൽ കിടങ്ങ് കോരുകയാണെന്ന ഭാവത്തിൽ ഗൃഹത്തിൻ്റെ നടുക്ക് നിന്ന് കാട്ടിലേക്ക് ഒരു ഗുഹയുണ്ടാക്കി വെച്ചു. രാത്രി പാണ്ഡവർ എന്തു ചെയ്യും? ഈ ഗുഹയിൽ കഴിയും. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തങ്ങൾ മരണപ്പെട്ടു എന്ന് തോന്നിക്കത്തക്ക കാര്യം ചെയ്ത് അവർ ഗുഹയിലൂടെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ ഭക്ഷണത്തിനായിട്ട് വന്ന ഒരമ്മയും മക്കളും അവരെ ഈ ഗുഹയിൽ താമസിപ്പിച്ച് രാത്രി തീ കൊടുക്കുമ്പോൾ ഇവരുടെ ശവശരീരമാണ് പിറ്റേ ദിവസം കാണുന്നത്. കാണുമ്പോൾ ഒരു അമ്മ, ഒരു സ്ത്രീയും ഉണ്ട്, 5 മക്കളും ഉണ്ട്. അപ്പോൾ ഇത് പാണ്ഡവരാണ്, കുന്തിയും പാണ്ഡവരും ഒക്കെ മരിച്ചുപോയി എന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. പിന്നീട് കാട്ടിലൂടെ ഏകചക്ര എന്നൊരു ഗ്രാമത്തിൽ കടന്ന് അവിടെ ബ്രാഹ്മണരായി താമസിക്കുകയാണ് പാണ്ഡവർ ചെയ്യുന്നത്. ആയിടക്കാണ് പാഞ്ചാല രാജ്യത്തെ ദ്രൗപദിയുടെ സ്വയംവരം. ബ്രാഹ്മണ വേഷത്തിൽ തന്നെ അങ്ങോട്ട് ചെല്ലുകയും അർജുനൻ എന്തു ചെയ്യും? ലക്ഷ്യഭേദനം ചെയ്ത് വധുവിനെ നേടിയെടുക്കുകയും ചെയ്യും. ഈ വിവരമറിഞ്ഞ വിതുരർ ആഹ്ലാദത്തോടെ ധൃതരാഷ്ട്രരോട് പോയി ഈ കാര്യം പറയും. ദ്രൗപദി ദുര്യോധനനെയാണ് കല്യാണം കഴിച്ചതെന്ന് തെറ്റിദ്ധരിച്ച് ആഭരണങ്ങൾ കൊടുത്തയക്കുവാൻ പറയുകയും പിന്നീട് സത്യം മനസ്സിലാക്കി ആനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ദുര്യോധനനും കർണനും ശത്രുക്കളുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുന്ന ധൃതരാഷ്ട്രരോട് അവരെ തമ്മിൽ തെറ്റിക്കാനുള്ള മാർഗങ്ങളെപ്പറ്റി ചിന്തിക്കാനായി ഒരുങ്ങുന്നു. ദുര്യോധനൻ പറയുന്നുണ്ട്, കുന്തിപുത്രരെയും മാതൃപുത്രരെയും തമ്മിൽ പിണക്കുക, അതല്ലെങ്കിൽ ദ്രുപദനെ പണം നൽകി അദ്ദേഹത്തെയും പുത്രന്മാരെയും ഇവരിൽ നിന്ന് പിണക്കുക, അതുമല്ലെങ്കിൽ ദ്രൗപദിയെ അവരിൽ നിന്നും പിണക്കുക, ആരെ കൊണ്ടെങ്കിലും ഭീമസേനനെ കൊല്ലിക്കുക, കാരണം അയാൾ കാവലുള്ളപ്പോൾ അർജുനൻ ദുർജയനാണ്, അതുമല്ലെങ്കിൽ ചെയ്യാവുന്നത് സുന്ദരിമാരായ പെണ്ണുങ്ങളെ കൊണ്ട് അവരോരോരുത്തരെയും കൊതിപ്പിക്കുക, അവരെ കൂട്ടിക്കൊണ്ടുവരാൻ കർണനെ അയക്കുക, വഴിയിൽ വച്ച് അവരെ കൊടുക്കുക. ഇതാണ് ദുര്യോധനൻ പറയുന്ന മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ. കർണൻ ഇതിനെ എതിർക്കുന്നു. കർണൻ പറയുന്നത് ഇങ്ങനെയാണ്: അവർക്ക് ചിറക് മുളക്കാത്ത കാലത്തെ ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് ഫലിച്ചില്ലല്ലോ. എന്നാൽ ഇന്ന് അവർ കരുത്തുള്ളവരാണ്. ഒരേ പത്നിയിൽ രമിക്കുന്നവർ തമ്മിൽ പിണങ്ങുകയില്ല. ദ്രൗപദി ആകട്ടെ അവർ മോശമായിരിക്കെ തന്നെയാണ് അവരെ വരിച്ചത്. ഇന്നവർ തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും അവർ പിണങ്ങാൻ പോകുന്നില്ല.
ഒരുവൾക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാകുക എന്നത് സ്ത്രീകൾ കൊതിക്കുന്ന മേന്മയാണ്. പാഞ്ചാല രാജാവ് ആര്യ നടപ്പുകാരനാണ്. അദ്ദേഹം ധനക്കൊതിയനല്ല. അതുകൊണ്ട് യുദ്ധം ചെയ്തും അവരെ തോൽപ്പിക്കാനാകില്ല. ഭീഷ്മരും യുദ്ധം ചെയ്യുന്നതിനോട് എതിർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദ്രോണർ പറഞ്ഞു, കുന്തിക്കും പുത്രന്മാർക്കും വിശിഷ്ടമായ വസ്തുക്കൾ നൽകി അവരെ നമ്മുടെ പക്ഷത്തേക്കാക്കുക. പിന്നീട് അവർക്ക് പൈതൃക സ്ഥാനവും കൊടുക്കുക. പക്ഷെ കർണന്റെ അഭിപ്രായത്തിൽ പണം കൊടുത്ത് നിൽക്കുന്നവർ ആരും നമ്മുടെ ശ്രേയസ് നോക്കുകയല്ല. താങ്കൾക്ക് രാജ്യം വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും അത് കിട്ടും, അല്ലെങ്കിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. വിതുരരെ പിന്നീട് സമ്മാനങ്ങളോടെ പാഞ്ചാല ദേശത്തേക്ക് അയച്ചു. ദ്രുപദനും പാണ്ഡവരും ആ ക്ഷണം സന്തോഷം സ്വീകരിക്കുകയും ചെയ്തു. പാണ്ഡവർക്ക് പാതി രാജ്യം നൽകി ഗാന്ധവ പ്രസ്ഥത്തിൽ വാഴിക്കപ്പെടുകയും ചെയ്തു. കുറച്ചുനാൾ അവർ തമ്മിലുള്ള മത്സരങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഭ്രമം അങ്ങനെ ശമിക്കുന്നതാണോ എന്ന് മാരാർ ചോദിക്കുന്നുണ്ട്. വലിയ കാടായിരുന്ന ഗാന്ധവപ്രസ്ഥം യുധിഷ്ഠിരന്റെ വാഴ്ചയാൽ മികച്ച ഒരു നഗരമായി മാറുകയാണ്. അസുരശില്പിയായിട്ടുള്ള മായൻ വിലയേറിയ ഒരു കൊട്ടാരവും അവർക്കായിട്ട് നിർമ്മിച്ചു നൽകുന്നുണ്ട്. യുധിഷ്ഠിരൻ ഭൂമി മുഴുവൻ മുടിക്കുന്ന ഒരു യുദ്ധത്തെ പ്രതീക്ഷിക്കുന്ന നാരദന്റെ നിർദ്ദേശത്താൽ രാജസൂയ യാഗം ചെയ്യുവാൻ തീരുമാനിച്ചു. ആ സമയത്ത് ജരാസന്ധനായിരുന്നു കരുത്തനായിട്ടുള്ള രാജാവ്. അയാളെ ജയിക്കാതെ രാജസൂയം നടത്തുക എന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഭീമനുമായുള്ള ദ്വന്ദ്വയുദ്ധത്തിൽ ജരാസന്ധൻ കൊല്ലപ്പെടുകയും ചെയ്തു. അതോടുകൂടി പ്രാണരക്ഷ നൽകപ്പെട്ട രാജാക്കന്മാരെല്ലാം യുധിഷ്ഠിരന് അധീനരായി. രാജസൂയം കെങ്കേമമായി നടന്നു. അതിൽ അഗ്രപൂജ നടത്തിയത് ആ രാജാവും യാദവനുമായിട്ടുള്ള കൃഷ്ണനെയായിരുന്നു. രാജസൂയം കഴിഞ്ഞ ആളുകൾ തിരിച്ചു പോയിട്ടും ദുര്യോധനൻ എന്ത് ചെയ്തു? ശകുനിയോടൊപ്പം കുറച്ചുനാൾ അവിടെ താമസിച്ച് മയന്റെ സഭയെല്ലാം കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത്. പിന്നീട് അവർ നടത്തുന്ന മൂന്നാമത്തെ ഗൂഢാലോചനയാണ് ചൂതുകളി. അതാണല്ലോ പിന്നീട് മഹാഭാരത യുദ്ധം വരെ എത്തുന്നത്. ശകുനി യുധിഷ്ഠിരനെ ചൂതിന് വിളിക്കാൻ ഒരുങ്ങുന്നു. ശകുനി ആകട്ടെ ചൂതുകളിയിൽ വിദഗ്ധനാണ്. ശകുനി തന്നെ ധൃതരാഷ്ട്രരോട് പറഞ്ഞ് അതിനുള്ള അനുവാദവും വാങ്ങിച്ചു വെക്കും. യുധിഷ്ഠിരൻ അപ്പോൾ പറയുന്നത്, ഞാൻ ശകുനിയോട് അങ്ങോട്ട് ചൂതിന് പുറപ്പെടില്ല. എന്നെ വിളിച്ചാൽ ഞാൻ പിൻവാങ്ങുകയുമില്ല. അതെൻ്റെ വ്രതമാണ്. ചൂതുകളിയിൽ യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? സ്വത്തുക്കൾ പണയം വെച്ചു. അവസാനം പാഞ്ചാലിയെ വരെ പണയം വെക്കേണ്ടതായിട്ട് വന്നു. ലോകത്തിൽ ഇന്നോളം ഉണ്ടായതിൻ്റെയും ഇനി ഉണ്ടാകാൻ പോകുന്നതുമായ യുദ്ധങ്ങളുടെയും എല്ലാം ആയുധശാലയാണ് ഇത് എന്നാണ് മാരാർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അധികാര വാഞ്ചയുടെ, ഉത്കർഷേച്ഛയുടെ, പരോത്കർഷ സഹിഷ്ണുതത്വത്തിൻ്റെ കേവലീകൃതമായ വിശ്വരൂപമായിട്ടാണ് ദുര്യോധനനെ നമ്മൾ കാണേണ്ടത്. പക്ഷേ ദുര്യോധനൻ്റെ ഗുണങ്ങളെപ്പറ്റി ഭാരത പര്യടനത്തിൽ കുട്ടിക്കൃഷ്ണമാരാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവ എന്തൊക്കെയാണ്? അർജുനൻ ചെയ്ത അതേ വില്ലാളി വീരത്വമൊക്കെ കർണൻ ചെയ്തപ്പോൾ കുലത്തെ പറ്റി പറഞ്ഞ് സഭയിൽ വെച്ച് കർണൻ അധിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ആ സമയം കർണനെ പാണ്ഡവരുടെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അംഗരാജാവായി അഭിഷേകം ചെയ്ത ആളാണ് ദുര്യോധനൻ. അതുപോലെ പാണ്ഡവരെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്ന ചിന്ത മാത്രം നിറഞ്ഞപ്പോഴാണ് അയാൾ ശകുനിയുമായി കൂട്ടുകൂടുന്നത്, അല്ലെങ്കിൽ ശകുനിയുടെ സഹായം തേടുന്നത്. ഇവിടെ മാരാർ പറയുന്ന മറ്റൊരു കാര്യം, ദുര്യോധനനെയാണ് നമ്മൾ ദുഷ്ടൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ അയാളാണ് ഇന്നോളം ലോക ചരിത്രത്തെ നയിച്ചു കൊണ്ടുവന്നതും നയിച്ചു കൊണ്ടിരിക്കുന്നതും. അയാൾക്കാണ് നമ്മുടെ സ്തുതിവചനങ്ങൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. പാണ്ഡവർ ദുര്യോധനൻ്റെ പ്രിയ സഹോദരങ്ങളായിരുന്നില്ല. അവർ പെട്ടെന്നൊരു നാൾ കയറി വന്നവരായിരുന്നു. തങ്ങൾക്ക് അന്നോളം ലഭിച്ചിരുന്ന എല്ലാ ഐശ്വര്യങ്ങളെയും എല്ലാ സുഖ സൗകര്യങ്ങളും തട്ടിയെടുക്കാൻ വന്നവരായിട്ടാണ് പാണ്ഡവരെ നമുക്ക് കാണാൻ കഴിയുന്നത്, അതായത് ദുര്യോധനൻ്റെ കണ്ണിൽ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അയാളിൽ അവരോടൊരു ശത്രുത ഉണ്ടായിരിക്കും. അതുപോലെ യുദ്ധമുണ്ടായാൽ തന്നെ ഏറ്റുമുട്ടി മരിച്ചാൽ സ്വർഗമാണ് എന്ന് ചിന്തിക്കുന്ന ആളായിരുന്നു ദുര്യോധനൻ. യുദ്ധം തുടങ്ങി 18 ദിവസവും അമ്മയുടെ ആശീർവാദത്തിന് ചെല്ലുന്ന ഒരാളാണ് ദുര്യോധനൻ. ധർമ്മം ജയിക്കുമെന്ന് ഗാന്ധാരി എന്നും പറഞ്ഞപ്പോഴും അമ്മയെ വണങ്ങാതിരുന്നിട്ടില്ല ദുര്യോധനൻ. അതുപോലെ ഭീമൻ ദുര്യോധനൻ്റെ തുടയടിച്ച് പൊട്ടിച്ച് അവസാന കിടപ്പ് കിടക്കുന്ന സമയത്തും ദുര്യോധനൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ധർമ്മമൊഴുക്കി എന്നെ ജയിക്കാൻ ആരുമില്ല. കള്ളത്തരത്തിൽ വീഴ്ത്തിയാൽ നിങ്ങൾക്ക് ആ കീർത്തി ഉറച്ചു, എനിക്ക് വീരസ്വർഗവുമെന്ന്. പടക്കളത്തിൽ വെച്ചും സഹോദരിയെ ഓർത്ത് വിലപിക്കുന്ന ഒരു ദുര്യോധനനെ പറ്റി മാരാർ പറയുന്നുണ്ട്. അതുപോലെ തൻ്റെ പ്രജകളെയും സഹോദരങ്ങളെയും അദ്ദേഹം സ്നേഹിച്ചിട്ടുണ്ട്.
രാജാവെന്ന നിലയിൽ ഒരിക്കലും പ്രജകളുടെ ഐശ്വര്യങ്ങൾക്ക് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ദുര്യോധനൻ ശ്രമിച്ചിട്ടില്ല. ഇത്രയും ഗുണങ്ങളും ഉള്ള ഒരാളാണ് ദുര്യോധനൻ. പക്ഷേ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു മുഖത്തെ മാത്രമേ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൂ എന്നാണ് മാരാർ ചൂണ്ടിക്കാട്ടുന്നത്. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വാഞ്ച, അധികാരഭ്രമം, അതിനെ പറ്റിയിട്ടാണ് യുദ്ധത്തിൻ്റെ ആയുധശാല എന്ന് പറയുന്ന ഈ ലേഖനത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവസാന ഭാഗത്ത് പറയുന്ന കാര്യവും ഇത് തന്നെയാണ്. ഇന്നത്തെ കാലത്തും ഈ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം അല്ലെങ്കിൽ കടിപിടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വോട്ട് പെട്ടിയിൽ വീണിട്ടുള്ള 3 or 4 വോട്ടിൻ്റെ പേരിലും ഈ വടംവലികൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം മാരാർ അവസാനിപ്പിക്കുന്നത്.